എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാൻ. റോം കത്തി എരിഞ്ഞപ്പോ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂംബ ഡാൻസ് കളിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്, ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. നിനക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപകടത്തെക്കുറിച്ച് പ്രസംഗവും നടത്തിയതിന് ശേഷമാണ് എറണാകുളത്ത് പാർട്ടിയുടെ വനിതാ സംഗമ വേദിയിൽ വക്കായ്ക്ക് ചുവട് വെക്കുന്നത്. ഇത് ഇംഗ്ലീഷ് ഒന്നുമല്ല, തനി നാടൻ വെളിച്ചപ്പാടുള്ളൽ എന്നാണ് പേര്. 8ാം ക്ലാസ്സുകാരൻ, നാടിന് പ്രിയപ്പെട്ടവൻ, മിടുക്കനൊരു കുഞ്ഞ് സ്കൂളിൽ പോയി ഏതോ ഒരു അപകടത്തിലങ്ങ് മരിച്ചു എന്ന് പറഞ്ഞു കളയരുത്. അക്ഷരം തെറ്റാതെ പറയണം, ഈ കഴിവുകെട്ട് ചത്തുപോയ സിസ്റ്റം അവനെ കൊലയ്ക്ക് കൊടുത്തതാണ്. ലജ്ജകെട്ട അനാസ്ഥയുടെ രക്തസാക്ഷിയാണ്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പാണ്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന തേവലക്കര സ്കൂളിലെ മോന്തായത്തിന് മുകളിൽ തൊട്ടില്ലെന്ന മട്ടിൽ ഊഞ്ഞാല് കണക്കെ തൂങ്ങിയാടലാണ്. മാരക പ്രഹരശേഷിയിൽ വൈദ്യുതി പ്രവാഹമുള്ള ഒന്നല്ല, ചേർത്ത് കെട്ടിയ 4 കറണ്ട് കമ്പികൾ. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയും അപകടാവസ്ഥ അറിഞ്ഞിട്ടും പിത്തം പിടിച്ച കണക്കൊന്നും ചെയ്യാതിരുന്ന KSEBയും ചേർന്ന കുരുന്നിനെ കൊലയ്ക്ക് കൊടുത്തതാണ്. ഈ കാക്കി കുപ്പായ ഊരി വെച്ച് സലാം പറഞ്ഞു പോകണം. കാരണക്കാരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ അമാന്തമുണ്ടായാൽ തെരുവിൽ പ്രതിഷേധം ഇരമ്പുന്നില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. ആ സ്കൂൾ ഭരണസമിതി ഉപദേശക വിദ്വാൻ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ, അയാൾ പറയലാണ്, അവബോധമില്ലാത്ത ആ വിദ്യാർത്ഥിയെ ഷീറ്റിൽ കയറി കാല് തെന്നിയപ്പോൾ കറണ്ട് കമ്പിയിൽ പിടിച്ചതാണ് അത്ര പ്രശ്നം. മരിച്ച കുട്ടിയെ കുറ്റക്കാരനാക്കുന്നോ? മനുഷ്യത്വമെന്ന വാക്കു കേൾക്കാത്ത നേതാവെ നാക്കു വളയ്ക്കാൻ ഉളുപ്പുണ്ടോ? ന്യായീകരണത്തിന്റെ ആദ്യ ഡോസയായിട്ടുള്ള ഉടൻ വരും ഒറ്റപ്പെട്ട സംഭവം. 2 നാൾ കഴിഞ്ഞാൽ കേൾക്കാം. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം, സർക്കാരിനെതിരായ ഗൂഢാലോചന, വലതുമാധ്യമങ്ങളുടെ എന്തോ മണ്ണാങ്കട്ട, കാൽക്കാശിന് വിലയില്ലാത്ത സൈദ്ധാന്തിക വിടുവായത്തങ്ങൾ, മാറാത്ത ഫോർമാറ്റാണ്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.